ശ്രീമാത്സ്. ഇന്ന് ഞാനിവിടെ കഴിഞ്ഞ ദിവസം നടന്ന കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ ജില്ലകളിലെ LDCയുടെ PSCക്ക് നടന്ന ചോദ്യങ്ങൾ ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ഈ ലെങ്തി ആയിട്ട് പ്രോബ്ലം ചെയ്യാതെ കുറേ ട്രിക്കുകളുണ്ട്, പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്നത്. അതെല്ലാം ആ ട്രിക്കുകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ഇത് പല ചോദ്യ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് നല്ലൊരു ഫ്ലുവൻ്റ് കിട്ടും. എല്ലാം ചെയ്ത് പഠിക്കണം, ചെയ്ത് നോക്കണം. ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്, ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഇട്ട് ഇനി ലോങ് വീഡിയോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിന് ഡെഡിക്കേറ്റഡായിട്ടിരുന്നാൽ നല്ലപോലെ എല്ലാ ക്വസ്റ്റ്യനുകളും, മാത്സ് ഒന്നും അത്ര പ്രയാസമുള്ള വിഷയമല്ല. അതിൻ്റെ ഫോർമുലകളും ട്രിക്കുകളും മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. k + 1/k - 2 = 0 ആയാൽ k⁻29 + 1/k⁻29 - 2ൻ്റെ വില കാണുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇത് ലെങ്തി മെത്തേഡിലും ചെയ്യാൻ പറ്റും, ഇത് അല്ലാതുള്ള മെത്തേഡിൽ. ഞാൻ ട്രിക്കായിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. ലെങ്തി മെത്തേഡിൽ നമുക്ക് ഒരുപാട് നേരം നിന്ന് ചെയ്ത് ഇരിക്കാനുള്ള ടൈമില്ല. അതായത് ഈ ഇക്വേഷനിൽ നിന്ന് k + 1/k എന്ന് പറയുന്നത് 2 ആണ്. k + -2 ഇപ്പുറം വരും, അതായത് 0 + 2 എന്ന് വരും. ഈ -2 ഇപ്പുറം വരുമ്പോൾ k + 1/kയുടെ വില 2 ആണ്. 1 ആണല്ലോ 2, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ kയുടെ വില 1 ഇട്ട് കൊടുത്ത് നോക്കാമല്ലോ, 2 കിട്ടുമെന്ന് നോക്കാം. 1 + 1/1 = 2. അതായത് 1 1 2 അപ്പോൾ kയുടെ വില 1 ആണെന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടി. ചിലത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് 2 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്തിട്ട് -b ± അങ്ങനെയൊക്കെ ചെയ്യാം. അത് ലെങ്തി മെത്തേഡാണ്. ഇവിടെ k⁻29 + 1/k⁻29 - 2, അതായത് k⁻29 എന്ന് പറഞ്ഞാൽ 1/29 + 1/1/29 - 2, അതായത് 1 എത്ര തവണ പവർ വന്നാലും ശരി 1 തന്നെ വരും. 1 + 1/1, അതായത് 1 -2, അതായത് 2 - 2, 0 ആണ് ഇതിലെ ഉത്തരം. 0, ഓപ്ഷൻ ഡി 0. ഒന്നും കൂടി പറയാം. k + 1/k - 2 = 0 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ k⁻29 + 1/k⁻29 - 2ൻ്റെ വില കാണാനാണ് ചോദ്യം. ഇത് നമ്മൾ ഈ ആദ്യത്തെ ഇക്വേഷനിൽ k + 1/k - 2 = 0. ഈ -2 ഇപ്പുറം വന്നാലോ 0 + 2, റൈറ്റ് സൈഡിൽ ഈക്വൽ സൈഡിന് റൈറ്റ് സൈഡിൽ എതിർ വശത്തേക്ക് പോകുമ്പോൾ ഈ -2 എന്നുള്ള +2 ആകും. അതായത് k + 1/kയുടെ വില 2 ആണ് എന്ന് പറഞ്ഞാൽ kക്ക് എത്ര വില വരാം? ഒരു യുക്തി ഉപയോഗിച്ച് 1 + 1 ആണല്ലോ 2, അതായത് kക്ക് 1 ഇട്ട് കൊടുത്ത് നോക്കാം. 1 + 1/1 = 2. k⁻29 + 1/k⁻29 - 2 = 1 + 1/29 + 1/1/29 - 2, that is 1/29 means 1 + 1/1/29 എത്ര വന്നാലും 1/1 വരും, അതായത് +1 - 2, അതായത് 1 + 1 എത്ര? 2 - 2 = 0. ഓപ്ഷൻ ഡി 0 ആണ് ഉത്തരം. ഇങ്ങനെ നമ്മൾ ഇനി അടുത്ത വേറെ ഒന്നും. x - 1/x = ½ x ≠ അത് ശ്രദ്ധിക്കേണ്ട. ഇവിടെ ഒരു ഫോർമുല ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല വെച്ച് ചെയ്താൽ എളുപ്പം കിട്ടും. ഇനി നമുക്ക് x - 1/x a-b² എത്രയാണെന്നറിയാം. അതായത് 2 ഫോർമുല ബൈക്കാർട്ടാക്കിയാൽ മതി. അതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. x - 1/x² എന്ന് പറയാൻ a² + b² - 2ab 2 × x × 1/x, അതായത് x² + 1/x² - 2, x ക്യാൻസൽ ആവും, -2. അതായത്
എക്സ് സ്ക്വയർ പ്ലസ് 1/x². ഈ -2 ഇപ്പുറത്ത് പോരട്ടെ LHS. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1/x², ആ മോഡലിലാണ് ഏകദേശം വന്നേക്കുന്നത്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1/x²ന്റെ വില എന്ത് വരും? ഇതിങ്ങിപ്പുറം വരുമ്പോൾ x+(x−1/x²) ഇടത്ത് സൈഡിലുണ്ടായിരുന്നു. അതിനിപ്പുറം ഇങ്ങോട്ട് വരുമ്പോൾ -2 എന്തുവാകും? +2. എക്സ് സ്ക്വയർ പ്ലസ് 1/x², ഇതിൻ്റെ വില x−1/x² +2. അതുകൊണ്ട് നമുക്കിവിടെ x−1/x കിട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ x² + 1 നമുക്ക് 4x² + 4/x², അതിൻ്റെ കൂടെ ഒരു 4 ഇട്ട് ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. 4 ഇൻറ്റു, അല്ലെങ്കിൽ ഈ x² + 1/x² കണ്ടുപിടിച്ചിട്ട് ചെയ്താലും മതി. x² + 1/x², അതായത് ഈക്വൽ ടു x−1/x എത്രയാണ്? ഹാഫ് സ്ക്വയർ +2, അതായത് 1/4 +2, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, LCM. 1 + 8, 1 × 1 + 2 × 4, 8/4, അതായത് 9/4 കിട്ടും. 9/4 കിട്ടും. നമുക്ക് 4x² + 4/x² അല്ലാണ്ട് ഈക്വൽ ടു 4 × x² + 1/x². 4 ഇനി വെളിയിലെടുക്കാം, രണ്ട് ടൈമിലും ഉണ്ടായതുകൊണ്ട്. നമുക്കിതിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതെന്താ? 4 × 9/4. ഈ 4ഉം കൂടെ കട്ടായിട്ട് നമുക്ക് 9 എന്നുള്ള ഉത്തരം കിട്ടും. ഒന്നുകൂടി പറയാം. ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദത്തിൻ്റെ 7 മടങ്ങ് എന്ന് പറയുന്നത് 11ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലെ 18ാം പദം കാണാനാണ് ചോദ്യം. അതായത് 7ാം പദം എന്ന് നമുക്ക് പറഞ്ഞാൽ അറിയാം, a + n−1 × d ആണ് n-ാം പദം. അപ്പോൾ 7ാം പദം എന്ന് പറയുന്നത് a + 7 - 1 × d. അതായത് 7ാം പദം എത്ര വരും? a + 7 - 1, അതായത് 6d. ഇനി 11ാം പദം എത്ര വരും? a + 11 - 1, അതായത് 10d വരും. അതായത് 7ാം പദത്തിൻ്റെ 7 മടങ്ങ്. 7ാം പദം a + 6d. a + dയുടെ 7 മടങ്ങ് എന്ന് പറഞ്ഞാൽ 7 × a + 6d സമം 11ാം പദത്തിൻ്റെ 11 മടങ്ങ്. 11ാം പദം ഇതാണ്, a + 10dയുടെ 11 മടങ്ങ്, അതായത് 11 തൊട്ട് ഇൻറ്റു ചെയ്യുക. 7ാം പദത്തിൻ്റെ 7 മടങ്ങ്. 7ാം പദം a + 6dയെ 7 കൊണ്ട് ഗുണിക്കുന്നത് ഏതിന് തുല്യം തന്നിട്ടുണ്ട്? 11ാം പദത്തിൻ്റെ 11 മടങ്ങിനോട് തുല്യമാണ്. അതായത് a + 10d, അതായത് 11ാം പദത്തിനെ 11 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. അത് ആ റിലേഷൻ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്. ഇതിനെ 2 ഇൻറ്റു ചെയ്യുന്നു. 7a + 7 അകത്തോട്ട് കയറ്റി ഗുണിക്കുന്നു, 42d സമം 11a + 110d. d അല്ല ഒരു വശത്ത് കൊണ്ടുവരുന്നു, ഒരു സൈഡിൽ കൊണ്ടുവരുന്നു, a ഒരു സൈഡിൽ കൊണ്ടുവരുന്നു. ലൈറ്റ് ടേംസ്. അതായത് ഇവിടെ ഒരു 42d ഉണ്ട്. ഇതിങ്ങിപ്പുറം വരുമ്പോൾ എന്തുവാകും? -110d സമം ഇവിടെ ഒരു 11a ഉണ്ട് സമത്തിന്. ഇത് ഈ 7a ഇപ്പുറം വരുമ്പോൾ എന്തുവാകും? -7a. അതായത് ഇത് കുറയ്ക്കുമ്പോൾ 110 - 42 പോകെ 68, -68. ഇവിടെ വലിയ സംഖ്യയുടെ ചിഹ്നമാണ് കൊടുക്കണ്ടേ. ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം, അത്രയും d സമം 4a. 4a, അതായത് 4aയുടെ വില -68d ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വില എന്തായിരിക്കും? -68/4d. -68/4d എന്ന് പറഞ്ഞാൽ -17d. -17d എയുടെ വില. എയുടെ വില -17d ആണ്. അങ്ങനെയാണെങ്കിൽ 18ാം പദം ഏതാണ്? a + 17d. ഈ എക്ക് കിട്ടിയ -17d എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -17d ക്ക് പകരം +17d സമം 0 ആണ് വരിക. രണ്ട് നേരെ എതിരാണ്. അപ്പോൾ ഇവിടെ 11, 18, 7 ഇവയൊന്നുമല്ല. ഈ 0 വില ഇതിനകത്തില്ലല്ലോ, ഓപ്ഷനില്ല. അതുകൊണ്ട് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള ഉത്തരം. ഒന്നുകൂടി പറയാം. n എന്ന് പറയാൻ a + n-1 × d, അതായത് a + 6d, a + 7 - 1 × d, അതായത് 7 മടങ്ങ്. T7 7ാം പദത്തിൻ്റെ 7 മടങ്ങ് എന്ന് പറയാൻ 7 × a + 6d സമം 11ാം പദത്തിൻ്റെ 11 മടങ്ങ്. 11ാം പദം എന്ന് പറയാൻ a + 10d, 11 - 1 × d, അതിൻ്റെ 11 മടങ്ങ് എന്ന് പറയാം. അതിനെ 11 വെച്ച് ഇൻറ്റു ചെയ്യുക. ഇനി നമ്മൾ 7 വെച്ചതിന് 2 അകത്തോട്ട് കയറ്റി ഇൻറ്റു 7a +
7 × 6 42D സമം 11A പ്ലസ് 11 × 110D. ഇനി D ഒരു സൈഡിൽ കൊണ്ടുവരുന്നു, A ഒരു സൈഡിൽ. അതായത് ഈ 110D ഇപ്പുറം വരുമ്പോൾ -110D. 42D -110D. അതായത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. 110 42 പോകെ 68. വലിയ സംഖ്യയുടെ ചിഹ്നം -68D സമം 4A. 4Aയുടെ വില -68D ആയാൽ എയുടെ വില -68നെ 4 കൊണ്ട് വരിക്കുന്നത്, അതായത് 17 വരും. അതായത് എയുടെ വില -68/4D, അതായത് -17D വരും. നമുക്ക് 18ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? A + 17D ആണ്. A + 18 - 1D, അതായത് A + 17D ആണ്. അതായത് എയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -17D + 17D. അതായത് രണ്ടും നേരെ എതിരായതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോൾ 0. -17Dയും + 17Dയും 0. ഇത് ഓപ്ഷൻ 11, 18, 17 ഇവയൊന്നുമല്ല. 0 എന്നുള്ള ഓപ്ഷൻ ഇതിലില്ല, അതുകൊണ്ട് ഇവയൊന്നുമല്ല. അടുത്തത് ശ്രേണി പൂർത്തിയാക്കുക എന്നാണ്. ഇനി നമുക്ക് എങ്ങനെ പോയേക്കുന്നത് നമുക്ക് നോക്കാം. X, Y, Z. Y എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് 25 വരുമെന്നറിയാം. 25. Z 26 അക്ഷരമാണെന്നല്ലോ ഉള്ളത്. A1, B2, C3, D4 അങ്ങനെ അങ്ങോട്ട് പോകുമല്ലോ. അപ്പം Y. ഇനി ഇവിടുത്തെ ശ്രേണിയിലെ ആദ്യത്തെ അക്ഷരം നോക്കാം. WXY. W കഴിഞ്ഞിട്ട് ഒരക്ഷരവും കഴിഞ്ഞിട്ടാണിത്. UVW. ഇവിടെ U കഴിഞ്ഞിട്ട് ഒരക്ഷരം കഴിഞ്ഞിട്ടാണിത്. ഇവിടെ S കഴിഞ്ഞിട്ട് TU. STU. ഇനി അപ്പോൾ ഇവിടെ എന്തുമായിരിക്കും വരുന്നത്? S. ഇവിടെ എസിന് പുറകോട്ട് പോകണം. അതായത് QRS. ഒരക്ഷരം വിട്ടിട്ട് പോകണം. QRS അങ്ങനെ വരും. അപ്പോൾ ക്യൂവിൽ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇതാണ് ഉത്തരം. അപ്പോൾ ഇത് നോക്കിയാൽ മതി. Y ഇത് WXY. ഇവിടെ UVW. ഇത് STU. ഇനി ഇതിൻ്റെ അക്ഷരം പുറകോട്ട് പോകണം. ഇവിടെ STU എന്ന് പറയുന്ന പോലെ QRS. അതായത് ക്യൂവിൽ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് എഴുതിയാൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ശ്രേണി പോയേക്കുന്ന ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ഇവിടെ Y 25, W X 24, ഇത് 23 വരും. ഇനി 5, 23, ഇനി ഇത് 21. ഇത് അങ്ങനെ ആയിരിക്കും. 2 വീതം കുറഞ്ഞാ വരുന്നത്. അങ്ങനെ നോക്കിയാലും ഒറ്റ ആനയെ കണ്ടെത്തുക. 875, 979, 1089, 1067. ഇതാണ് ഉത്തരം. ഇതെല്ലാം 11ൻ്റെ ഗുണിതങ്ങളാണ്. അതായത് എങ്ങനെ 11ൻ്റെ ഗുണിതങ്ങളാണെന്ന് തിരിച്ചറിയുക. അതായത് ഒന്നിടെ വിട്ടുള്ള സംഖ്യകൾ കൂട്ടി അവ തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുക. 9, 9, 18. 18 ൽ 7 പോകെ 11. വ്യത്യാസം 0, 11, 22, 33 അങ്ങനെ വരുവാണെങ്കിൽ 11ൻ്റെ ഗുണിതങ്ങളാണ്. അതുപോലെ ഇത് 8 ഒന്നിടെ വിട്ടുള്ള സംഖ്യ. 8 ഒന്നും കൂടെ കൂട്ടിയാൽ 9. 9ൽ നിന്ന് 0, 9 കൂടെ കൂട്ടിയാൽ 9 പോകെ 0. അതുകൊണ്ട് 11ൻ്റെ ഗുണിതമാണ്. ഇവിടെ 1067. അത് നോക്കാമല്ലോ. 1, 6 കൂടെ കൂട്ടിയാൽ 7, 0, 7 കൂടെ കൂട്ടിയാൽ 7. അവ തമ്മിലുള്ള വ്യത്യാസവും 0 ആണ്. ഇവിടെ 11, ഇവിടെ 0, ഇവിടെ 0. അതുകൊണ്ട് ഇത് 3ഉം 11ൻ്റെ ഗുണിതങ്ങളാണ്. ഇത് മാത്രം അല്ല. ഇതാണ് ഉത്തരം, ശരി ഉത്തരം. ഇനി അടുത്തത് 10 വർഷം കൊണ്ട് നിക്ഷേപിച്ച തുക ഇരട്ടിയാകുന്നെങ്കിൽ സാധാരണ പലിശ 2 മടങ്ങാകാൻ പലിശ നിരക്ക് എത്ര വേണമെന്നാണ് ചോദ്യം. അതായത് 2 മടങ്ങാകുന്നതിന് 2 മടങ്ങിന് ഒരു ഫോർമുല ഉണ്ട്. NR = 100. 3 മടങ്ങാണെങ്കിൽ NR = 200. 3ൽ നിന്ന് 1 കുറച്ച് 200. അതായത്
4 മടങ്ങാണ് വരുന്നതെങ്കിൽ 4ൽ നിന്ന് 1 കുറച്ച് NR സമം 3 300. നമുക്കിവിടെ 2 മടങ്ങായതുകൊണ്ട് ഇത് എടുത്താൽ മതി ഉത്തരം. ശതമാനം അങ്ങനെയെല്ലാം ഉണ്ട്, ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരം ഏതാണ് നോക്കാം. 2 മടങ്ങാണെങ്കിൽ NR സമം 100 എന്നുള്ള ഫോർമുലയാണ്. എന്നിവിടെ എത്രയാണ്? 10 വർഷം. 6 കാണാൻ എന്ത് ചെയ്താൽ മതി? 100 ഡിവൈഡഡ് ബൈ N സമം 100/10, അതായത് 10% പലിശ നിരക്ക്. ഇതാണ് ഉത്തരം. ഈ ഫോർമുല ഓർക്കണം. 2 മടങ്ങാണെങ്കിൽ NR സമം 100, 10 മടങ്ങാണെങ്കിൽ NR സമം 900, 1 കുറഞ്ഞു വരണം. 5 മടങ്ങാണെങ്കിൽ NR സമം 400, 400. അങ്ങനെ ഓർത്താൽ മതി. 10% ഉത്തരം. അത് നോക്കാലോ. വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ വിസ്തീർണത്തിന് എത്ര വർധനമുണ്ടാകും? എത്ര ശതമാനം വർധനമുണ്ടാകും എന്നാണ് ചോദ്യം. അതായത് വൃത്തത്തിൻ്റെ ആരം 100 ആണെന്നിരിക്കട്ടെ, ആദ്യം 100 ആണെന്നിരിക്കട്ടെ. ആ 100 എത്രയായിട്ട് മാറി? 50% ആയപ്പോൾ 150. 100 ആയിരുന്നപ്പോൾ 150 മാറി. 100ന് 150. അതായത് ആരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് πr² ആണ്. 6നെ വ്യത്യാസം വരുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വർധനവ് കാണാൻ r², അതിൻ്റെ കണ്ടാൽ മതി. 150, 100ന് 150, അതിൻ്റെ സ്ക്വയർ വരിക. അത്രയും ശതമാനമാണ് വരിക. അത് 150/100 ഇൻറ്റു 150/100 ഇൻറ്റു 100 കണ്ടാൽ മതി. നമുക്ക് കണ്ടുപിടിക്കാത് 225. അത്രയും ശതമാനം വരിക. ഇതാണ് ഉത്തരം, 225. അതായത് 100ന് ആരം 100 ആണെങ്കിൽ അത് 150 മാറി. 100ന് 150, അതായത് 100ന് 150 വർധനവ് വന്നത്. അതിൻ്റെ സ്ക്വയർ എടുക്കണം. വിസ്തീർണത്തിൽ r², ആരത്തിനാണ് വർധനവ് വന്നത്. അതുകൊണ്ട് 3 ഇൻറ്റു 100 എടുത്താൽ മതി. അതായത് 150/100 ഇൻറ്റു 150/100 ഇൻറ്റു 100. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 225 ശതമാനമാണ്. അതുപോലെ രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ 180 ഡിഗ്രി അളവ് വരുന്നത് എത്ര തവണയാണെന്നാണ് ചോദ്യം. നോക്കാം. 24 മണിക്കൂറിലാകെ 22 തവണയാണ്. 24 മണിക്കൂറിലാകെ 22 തവണയാണ് 180 ഡിഗ്രി വരുന്നത്. അതായത് 24 മണിക്കൂറിൽ 22 തവണയാണ്. 12 മണിക്കൂറിൽ 11 തവണ വരും. 11 തവണ. അതായത് 6 മണി വരുമ്പോൾ ഒരു 180 ഡിഗ്രി വരും. 180 ഡിഗ്രി. അത് നമുക്കിവിടെ ഇത് നോക്കിയാൽ മതി. 10 മണി മുതൽ 11 മണി വരെ ഒരു തവണ വരും. 10 മണിക്കും 11 മണിക്കും ഇടയ്ക്ക്. അത് ക്ലോക്ക് എടുത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇനി 11 മണി മുതൽ 12 മണി വരെ ഒരു തവണ വരും. 12 മണി മുതൽ 1 മണി വരെ ഒരു തവണ വരും. ഈ 180 ഡിഗ്രി വരുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം 3ആണ്. ഇവിടെ 10 മുതൽ 1 വരെ നോക്കിയാൽ മതി. 1ന് ശേഷമുള്ളത് നോക്കണം. 1 മുതൽ 2 വരെ ഇടയ്ക്ക് ഒരു തവണ വരും. അപ്പം 3 തവണ. അതാണ് ഉത്തരം.